കോളേജ് അഡ്മിഷൻ അലോക്കേഷൻ ബോർഡ് വായിക്കാം. സിമ്പിൾ ആയി പറഞ്ഞുതരാം. 4 ഉത്തരങ്ങൾ എനിക്കത് പറയാനുള്ളൂ. ആസ് എ പാരന്റ്, ഞാനൊരു പിതാവോ അല്ലെങ്കിൽ മാതാവോ ആണെന്ന് വിചാരിച്ചു. എന്റെ കുട്ടി +2 കഴിഞ്ഞതിന് ശേഷം മെറിറ്റ് ബേസിലൊന്നും അഡ്മിഷൻ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കോളേജിൽ കിട്ടിയിട്ടില്ല, അതിനുള്ള മാർക്കൊന്നും അവനില്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ വലിയ കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കിട്ടാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യും? കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ മാനേജ്മെന്റിലോ പ്രൈവറ്റോ കോളേജിലൊക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും. സോ ബട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡന്റിന് കൃത്യമായിട്ട് ഒരു അഡ്മിഷൻസ് അല്ലെങ്കിൽ കോളേജ് പ്രോസസ് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. സോ ആയിട്ട് അങ്ങനെ കഴിയുമ്പോൾ ഈ അറിവില്ലായ്മ, പാരന്റ്സിന്റെ അറിവില്ലായ്മ അല്ലെങ്കിൽ മറ്റു ആളുകൾക്കുള്ള അറിവില്ലായ്മ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏജന്റ് അല്ലെങ്കിൽ കമ്മീഷൻ വിഭാഗം പുറത്തുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വാഭാവികമായിട്ടും ഈ കുട്ടിയുടെ കോളേജിന്റെ അഡ്മിഷൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ ദുരുപയോഗങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് തടയിടാൻ എന്നുള്ള ഉദ്ദേശമാണ് ആദ്യമായിട്ട് ക്യാബിനുള്ളത്. അവിടെയാണ് വൈ ക്യാബ് എന്ന് പറയുന്നത്, കോളേജ് അഡ്മിഷൻ അലോക്കേഷൻ ബോർഡ്. ഒന്നാമത്തെ ദൗത്യം എന്ന് പറയുന്നത് ഈ കുട്ടി പഠിക്കാൻ അർഹനാണോ, യോഗ്യനാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതെങ്ങനെ മനസ്സിലാക്കണം? അത് വെറുതെ മനസ്സിലാക്കാൻ കഴിയില്ല. +2 കഴിഞ്ഞതിന് ശേഷം റൈറ്റ് കരിയർ ചൂസ് ചെയ്യണമെങ്കിൽ ഈ കുട്ടിയുടെ IQ നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും, ഈ കുട്ടിയുടെ EQ നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. ഇമോഷൻ കോഡ്സ് എന്നൊക്കെ നമ്മൾ പറയും. അതായത് കുട്ടി പഠിക്കാൻ പോകുന്ന കോഴ്സിനെ പറ്റിയിട്ട് ആ കുട്ടിക്ക് ആ കോഴ്സ് പഠിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഫിസിക്കലി മെന്റലി ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ഏത് കോഴ്സ് ആദ്യം എടുക്കണം എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പോൾ അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. അവിടെയാണ് ക്യാബിന്റെ ഭാഗത്ത് നിന്നും പ്രൊഫഷണൽ കരിയർ കൗൺസിലിംഗ് നമ്മൾ നൽകുന്നത്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അസസ്മെന്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ഗൈഡൻസ് പാത്ത് നമ്മൾ ശാസ്ത്രീയമായിട്ട് തന്നെ എടുക്കും. സ്വാഭാവികമായിട്ടും അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കുട്ടി ഏത് കോഴ്സ് പഠിക്കാനാണ് യോഗ്യൻ എന്നുള്ളത്. അതിനുശേഷമാണ് ആ കുട്ടിക്ക് പഠിക്കേണ്ട കോളേജിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പറഞ്ഞു കൊടുക്കും. കോഴ്സ് ഐഡന്റിഫൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കോളേജാണ്. ഇനി കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ഏത് സംസ്ഥാനത്ത്, ഇപ്പൊ ഉദാഹരണം കർണാടകയുണ്ട്, മൈസൂർ, ബാംഗ്ലൂർ ഉണ്ട്, അതേപോലെ തമിഴ്നാടുണ്ട്, ചെന്നൈ, കോയമ്പത്തൂർ, പല പല സ്ഥലങ്ങളിൽ കോളേജുകളുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അഫോർഡബിൾ ആയ ഫീസിൽ പാരന്റ്സിന് പറ്റുന്ന രൂപത്തിൽ നല്ല വിദ്യാഭ്യാസം കുട്ടിക്ക് കൊടുക്കാൻ കഴിയണം എന്നുള്ളതാണ്. അവിടെയും ക്യാബിന്റെ ഭാഗത്ത് നിന്നും കോളേജ് അഡ്മിഷൻ അലോക്കേഷൻ ബോർഡിന്റെ ഭാഗത്ത് നിന്നും ഹെൽപ്പിംഗ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അവിടെയാണ് രണ്ടാമത്തെ സർവീസ് പാറ്റേൺ വരുന്നത്. അഫോർഡബിൾ ആയിട്ട് തന്നെ കുട്ടികൾക്ക്, അതായത് ഒരു വിദ്യാഭ്യാസ കച്ചവടമല്ല, പഠിക്കുന്നതിന് സ്വാഭാവികമായിട്ടും ട്യൂഷൻ ഫീസ് കൊടുക്കണം. അത് അഫോർഡബിൾ ആയ രൂപത്തിൽ ചെയ്ത് പഠിക്കാൻ പറ്റിയ നമ്പർ 1 കോളേജിന്, ഇതൊരു മോശപ്പെട്ട കോളേജ് അല്ല. അപ്പൊ ചിലത് അങ്ങനെയാണല്ലോ നമ്മൾ വിചാരിക്കുക, ഫീസ് പറഞ്ഞത് കൊണ്ട് കോളേജ് മോശമാവുന്നത്. അതൊക്കെ തെറ്റായ ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തിന്റെ ഭാഗമായിട്ട് പാരന്റ്സിന് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതൊന്ന് തിരുത്തുക എന്നുള്ളത് നമ്മുടെ ഉദ്ദേശമാണ്. സ്വാഭാവികമായിട്ടും കൃത്യമായിട്ടുള്ള കോളേജ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് മിതമായ ഫീസിൽ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. ഇനി ഒരുമിച്ച് ഫീസ് അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത്തരമുള്ള കുട്ടികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് വിദ്യാലക്ഷ്മി പോർട്ടൽ എന്ന് പറയുന്ന